ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം നീതിമാന്മാരെ അനുഗ്രഹിക്കുമെന്നാണ് ദാവീദ് 5-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്. 12-ാമത്തെ വാക്യം. കർത്താവേ, അവിടുന്ന് നീതിമാന്മാരെ അനുഗ്രഹിക്കുന്നു. പരിച കൊണ്ടെന്ന പോലെ കാരുണ്യം കൊണ്ട് അവിടുന്ന് അവരെ മറയ്ക്കുന്നു. ഈ വേദഭാഗത്ത് പറയുന്ന ദൈവാനുഗ്രഹത്തിന് യോഗ്യരായ നീതിമാന്മാർ ആരാണ്? 14-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് നീതിമാന്മാരായി ആരുമില്ല എന്നാണ്. 2-3 വാക്യങ്ങൾ. കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് അന്വേഷിക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി. നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലും ഇല്ല. മനുഷ്യർക്കിടയിൽ നീതിമാന്മാർ ആരുമില്ലെങ്കിൽ പിന്നെ ദൈവം അനുഗ്രഹിക്കുന്ന ഈ നീതിമാന്മാർ ആരായിരിക്കും? ഈ സങ്കീർത്തനം എഴുതിയ ദാവീദും നീതിമാനായിരുന്നില്ല. അദ്ദേഹത്തിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പാപം പല വിധത്തിലും എല്ലാവരിലും സ്വാധീനം ചെലുത്തുമെങ്കിൽ ദൈവം നീതിമാന്മാർക്ക് നൽകുന്ന അനുഗ്രഹം സ്വീകരിക്കാൻ ആരാണ് യോഗ്യതയുള്ളവരായിത്തീരുന്നത്? നീതിമാനെന്ന് ദാവീദ് ഉദ്ദേശിച്ചത് ദൈവം പാപക്ഷമ നൽകി ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവരെയാണെന്നാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ പറയുന്നത്. 6, 7, 8 വാക്യങ്ങൾ. പ്രവൃത്തികൾ നോക്കാതെ തന്നെ നീതിമാനാണെന്ന് ദൈവം പരിഗണിക്കുന്നവന്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നു. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. ആവശ്യബോധത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മാനസാന്തരത്തോടെ കടന്നു ചെല്ലുന്നവർക്ക് പാപക്ഷമയും നീതീകരണവും വിശുദ്ധീകരണവും ദൈവം നൽകും. അങ്ങനെയുള്ളവരെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ കരുണ എന്നും എപ്പോഴും അവരോടൊപ്പം ഉണ്ടായിരിക്കും. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ദൈവം പാപക്ഷമ നൽകി നീതീകരിക്കപ്പെട്ട അനേകരെ ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെപ്പറ്റി കോരഹ് പുത്രന്മാരുടെ വിവരണം വളരെ ശ്രദ്ധേയമാണ്. 84-ാം സങ്കീർത്തനം. എന്തെന്നാൽ ദൈവമായ കർത്താവ് സൂര്യനും പരിചയുമാണ്. അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു. പരമാർത്ഥതയോടെ ജീവിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുന്നില്ല. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും യോഗ്യരാണെന്നാണ് ഈ വേദഭാഗം പറയുന്നത്. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട നീതിമാന്മാർക്കുള്ള ഒരു പ്രത്യേക അനുഗ്രഹത്തെപ്പറ്റി 5-ാം അധ്യായത്തിൻ്റെ അവസാനം ദാവീദ് പറയുന്നുണ്ട്. കർത്താവേ, നീതിമാന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. പരിച കൊണ്ട് എന്ന പോലെ കാരുണ്യം കൊണ്ട് അവരെ മറയ്ക്കുന്നു. പരിച കൊണ്ടെന്ന പോലെ
കാരുണ്യം കൊണ്ട് അവിടുന്ന് മറയ്ക്കുന്നു. യുദ്ധക്കളത്തിൽ ശത്രുവിന്റെ അസ്ത്രങ്ങളെ തടയുവാൻ പരിച സഹായകമാണ്. സാത്താന്യ ശക്തികളെ നാം നേരിടുമ്പോൾ ദൈവത്തിന്റെ കരുണയാകുന്ന പരിച നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മൾ സുരക്ഷിതരായിരിക്കും. നമ്മുടെ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും കർത്താവിന്റെ കരുണ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ ഒന്നും ഭയപ്പെടാനില്ല. ദൈവത്തിന്റെ പ്രതിരോധ വലയത്തിനുള്ളിൽ നമ്മൾ സുരക്ഷിതരായിരിക്കും. മഹാപ്രളയത്തിന്റെ സമയത്ത് നോഹയും കുടുംബവും സുരക്ഷിതരായി കാത്തുരക്ഷിക്കപ്പെട്ടതുപോലെ ദൈവത്തിന്റെ പരിരക്ഷ നമുക്ക് ചുറ്റുമുണ്ടായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ നോഹ കർത്താവിന്റെ സ്നേഹത്തിന് പാത്രമായി. ജീവിതത്തിൽ വീഴ്ചകൾ വന്നുപോയിട്ടുണ്ടെങ്കിലും ദൈവത്തിൽ നിന്ന് പാപക്ഷമ ലഭിച്ച് ദൈവത്താൽ നീതീകരിക്കപ്പെട്ട നീതിമാന്മാരായവർ നോഹയെപ്പോലെ എപ്പോഴും ദൈവത്തിന്റെ സുരക്ഷിത വലയത്തിൽ ആയിരിക്കും. എന്നാൽ സ്വയം നീതീകരണക്കാർക്ക് ദൈവത്തിൽ നിന്നും നീതീകരണവും സുരക്ഷിതത്വവും ലഭിക്കുന്നില്ല. യെശയ്യാപ്രവചനം 66-ാം അധ്യായം. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേതു തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. പശ്ചാത്താപത്തിന്റെ നുറുങ്ങിയ ഹൃദയവുമായി വിനയപൂർവം ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നവരെ അവനൊരിക്കലും കൈവിടില്ല. ദൈവത്തിന്റെ അത്ഭുതകരമായ കരുണ, പരിചയും ദിവ്യ പരിചരണവുമായി എന്നും എപ്പോഴും അവർക്ക് ചുറ്റുമുണ്ടായിരിക്കും. അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കും. സങ്കീർത്തനക്കാരനെ പോലെ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. 119-ാം സങ്കീർത്തനം. ദൈവമേ, അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ചു എന്നതാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹം. കർത്താവാണ് എൻ്റെ ഓഹരി. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയുടെ കാരുണ്യത്തിനായി യാചിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനത്തിനൊത്തവണ്ണം എന്നോട് കൃപ തോന്നണമേ. അങ്ങയുടെ മാർഗങ്ങളെപ്പറ്റി ചിന്തിച്ച് ഞാൻ എൻ്റെ പാദങ്ങളെ അങ്ങയുടെ കൽപ്പനകളിലേക്ക് തിരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കാൻ ഞാൻ എപ്പോഴും ഉത്സാഹിക്കുന്നു. ഒട്ടും അമാന്തം കാണിക്കുന്നില്ല. ദുഷ്ടരുടെ കെണികളിൽ കുടുങ്ങിയെങ്കിലും ഞാൻ അങ്ങയുടെ നിയമം മറന്നില്ല. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ശുഭാശംസകളോടെ എ.പി. ജോർജ് അച്ഛൻ.